ഹായ് എവരി വൺ. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. അതിൽ ഒരു വീട്ടമ്മ അവളുടെ ഹസ്ബൻഡിനെ റിസീവ് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ പോകാൻ വളരെ തിരക്കിൽ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ആൾ ഓടി ബാക്കിലെ ഡോറ് തുറന്ന് എന്തോ എടുക്കാൻ പുറത്തേക്ക് വരിക. ആ സമയത്ത് പുറത്തെ ഡോറിൻ്റെ നടേൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മൂർഖമ്പാമ്പ് ഇരിക്കുന്നുണ്ട്. പക്ഷേ അവർ എങ്ങാനും വന്ന് അവരുടെ കാലം അങ്ങോട്ട് ആ സ്റ്റെപ്പേ വെച്ചിരുന്നെങ്കിൽ ആ പാമ്പ് അതിനെ കുത്തിയേനെ. പക്ഷേ അതിക്ക് മുമ്പ് അവരുടെ വീട്ടിൽ വളർത്തുന്ന റോക്കി എന്ന് പേരുള്ള ഒരു പട്ടി ചാടി അതിനെ കയറി പിടിക്കുക, എന്നിട്ട് കുടയുക. ആ സമയത്ത് ഈ പാമ്പ് പത്തി വിടർത്തി ആ പട്ടീനെ കൊത്തുന്നുണ്ട്. അത് ആ വീട്ടമ്മ കാണുകയാണ്. അപ്പോൾ ഈ പട്ടി എന്ത് ചെയ്യുന്നു, ആ പാമ്പിനെ ശരിക്ക് കടിച്ച് കൊന്ന് 2 പീസാക്കുക. അത് കഴിഞ്ഞത് വിടുക അതിനെ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നേരത്തിൽ കാണുന്നത് ആ പട്ടിക്ക് തല കറങ്ങുന്നു, അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു, ആ പട്ടി അവിടെ തളർന്നു വീഴാൻ പോകുന്നു. അപ്പോൾ ആ വീട്ടമ്മ വേഗം എയർപോർട്ടിലേക്ക് വിളിച്ച് ഹസ്ബൻഡിനോട് പറയാണ്, എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വരുന്നില്ല, പട്ടിയെ പാമ്പ് കടിച്ച് പട്ടിനെ കൊണ്ട് ആശുപത്രിയിൽ പോവുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ പട്ടിനെ കൊണ്ട് ആശുപത്രിയിൽ പോയി. അവിടെ പോയപ്പോഴേക്കും പട്ടിക്ക് ബോധമില്ലാണ്ടായി. ഡോക്ടേഴ്സ് ഇൻറ്റർവ്യൂ നമുക്ക് കൊടുത്തു, അതിനവിടെ അഡ്മിറ്റ് ചെയ്തു. 2 ആഴ്ച അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ആ പട്ടീനെ കൊണ്ട് തിരിച്ചവർ വന്നു വീട്ടിലേക്ക്. ആ പട്ടി സുരക്ഷിതമായിട്ടിരിക്കുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ വളർത്തിയിരുന്ന പട്ടികളെക്കുറിച്ച് ഓർമ്മ വന്നു. ഒരു 10-14 പട്ടി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പട്ടികളെയൊക്കെ വളർത്തിയിരുന്ന സമയത്ത് അതിൻ്റെ ടേക്ക് കെയർ എല്ലാം ഞാൻ തന്നെ ചെയ്തിരുന്നത്. അതിന് വേണ്ടുന്ന ഭക്ഷണം, അതിന് വേണ്ടുന്ന ആവശ്യങ്ങളെല്ലാം കുളിപ്പിക്കുക, അതിൻ്റെ ഹൈജീൻസ് നോക്കുക, അതിനെ ട്രെയിൻ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ സ്വയം ചെയ്തിരുന്ന ഓരോ കാര്യങ്ങൾ അതിനെ പഠിപ്പിക്കുക. അപ്പോൾ ഞാൻ അതിൽ പട്ടികളിൽ കുറച്ച് പ്രത്യേകതകൾ കണ്ടു. അത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ കാര്യങ്ങൾ ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്താൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പട്ടികളെ മേടിച്ച് വളർത്തുന്ന പലരുമുണ്ട്. ഇന്ന് പട്ടിക്ക് ഭയങ്കര വിലയാണ്, ഒത്തിരി പൈസ കൊടുത്താണ് എല്ലാവരും മേടിക്കുന്നത്. അപ്പോൾ എനിക്കറിയുന്ന ഈ ചെറിയ നോളജ് പങ്കുവെച്ച് കഴിഞ്ഞാൽ പലർക്കും അത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥതയുള്ള ഒരു മൃഗമാണ്. വളരെയധികം നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ സൂക്ഷിക്കുന്ന ഒരു മൃഗമാണ്. നമുക്ക് പറയാം, ഒരു സത്യത്തിൽ മനുഷ്യരെയിലും കൂടുതൽ നമുക്ക് വിശ്വസിക്കാനും നമ്മളെ കരുതുന്ന ഒരു മൃഗമാണ്. ഒരു കൂട്ടുകാരൻ തന്നെ നമുക്ക് പറയാം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. അത്രയ്ക്ക് നല്ല ഒരു മൃഗമാണ്. അപ്പോൾ നമ്മളെല്ലാവരുടെയും വീടുകളിൽ നമുക്ക് കാണാം, ഇന്ന് CCTVയുടെ കാലമാണ്. എല്ലാവരുടെ വീട്ടിലുണ്ട്. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് നമ്മൾ മേടിച്ചുകൊണ്ട് വരും, അതൊരു ഭാഗത്ത് ഫിക്സ് ചെയ്യും. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. അത്രയും റേഞ്ചിൻ്റെ അകത്ത് അതെല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങി കിടക്കും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് അത് നോക്കുമ്പോൾ നമുക്കറിയാം രാത്രി എന്തൊക്കെ സംഭവിച്ചു, ആരൊക്കെ വന്നു, ആരൊക്കെ പോയി. പക്ഷേ പട്ടി പണ്ട് കാലങ്ങളിലെ CCTVയും കാവൽക്കാരനുമായിരുന്നു നമ്മളെല്ലാവരുടെയും. അപ്പോൾ പട്ടിയുടെ ഒരു ഗുണം CCTVയിലും ബെറ്ററായിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, എന്ത് കാര്യത്തിനും ഇമ്മീഡിയറ്റ് ആക്ഷൻസ് എടുക്കും, നമ്മളെ ഇമ്മീഡിയറ്റായിട്ട് അറിയിക്കും. ഇപ്പോൾ ഒരു കള്ളം വീട്ടിൽ വരികയാണ്, ആ സമയത്ത് കള്ളനൊരു 100 മീറ്റർ ദൂരെ, 150 മീറ്റർ ദൂരെ ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ മണം കൊണ്ടും അവരുടെ നടക്കുന്ന ആ പാതയുടെ വൈബ്രേഷനും കൊണ്ടും അവർക്കത് മനസ്സിലാവും. ഇമ്മീഡിയറ്റ്ലി അവർ അലേർട്ടാവും, അവരത് നോക്കും, അത് കഴിഞ്ഞ് അത് കുരയ്ക്കും, അവരവിടെ സ്റ്റോപ്പ് ചെയ്യും. അവരുടെ കുറെ കേട്ട് നമ്മൾ എഴുന്നേക്കും. നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം നമ്മൾ ചെയ്യും. എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷേ ഈ CCTVയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, CCTVയിൽ റെക്കോർഡാവുള്ളൂ. അവർ വന്ന് കയറി നമ്മളെ തല്ലിക്കൊല്ലണമെങ്കിൽ തല്ലിക്കൊന്നിട്ട് അവർ പോകും. പിറ്റേ ദിവസം CCTV നോക്കുമ്പോൾ അത് അറിയുള്ള കാര്യം എന്തൊക്കെ സംഭവിച്ചത്. കള്ളനവിടെ പോയെന്നും അറിയില്ല, അത് അന്വേഷിച്ച് പിടിച്ച് കണ്ടുപിടിക്കണം. പക്ഷേ നമ്മുടെ വീട്ടിലൊരു പട്ടി ഉണ്ടെങ്കിൽ ആ പട്ടി ചാകുന്ന നിമിഷം വരെ അത് അവരുടെ പിന്നാലെ തന്നെ തുടരും. അവർ കട്ടുകൊണ്ട് ഓടിപ്പോവുകയാണെങ്കിൽ അവരുടെ പിന്നാലെ ഓടും. അത് എവിടെ അത് പോയി നിൽക്കും, അവിടെ എത്തും, അവർക്ക് രക്ഷയില്ല. പിന്നെ അങ്ങനെ ഈ പട്ടി വളരെ ഉപകാരപ്പെട്ട, വളരെ ആത്മാർത്ഥതയുള്ള ഒരു ജീവിയാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് കാണാൻ പറ്റും പട്ടികളുടെ ഒരു പ്രത്യേകത, ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും, ഭൂമി കുലുക്കമാവട്ടെ, ഭൂചാലമാവട്ടെ, വെള്ളപ്പൊക്കമാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ട്, അനർത്ഥങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവർക്കത് കുറേ മുമ്പേ മനസ്സിലാവും. അപ്പോൾ ഇവരിവിടെ കിടന്ന് ബഹളോപ്പിക്കാനും കരയാനും കാറാനും കുരയ്ക്കാനും ഒക്കെ തുടങ്ങും. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് അലേർട്ടാവാം, നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടും, പ്രിപ്പറേഷൻ. അതൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അടുത്തത്, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരികയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരണാവസ്ഥയിലുണ്ടോ
അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യം ഞാൻ പറഞ്ഞതെല്ലാം കാണാൻ പറ്റും. നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി വളർത്തുന്ന പട്ടികൾ ഭക്ഷണം പോലും കഴിക്കില്ല, അവർ കരയും. നമ്മളുടെ ഒപ്പം തന്നെ അവർക്കും കരച്ചിൽ വരും, അവരും കരയും. അവരെ കണ്ണുനീര് ഒഴുകുന്ന ആ ഭാഗത്ത് ആ മുടികളെല്ലാം നനഞ്ഞിരിക്കുന്ന ആ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു മൃഗമാണ്, നമ്മളെ മനസ്സിലാക്കുന്നത്, നമ്മളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്ന ഒരു മൃഗമാണ് ഈ പട്ടി എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന എന്ത് ആപത്തും അവർ ഏറ്റെടുക്കും. ആദ്യം അവർ ചാവുന്നവരെ നമുക്ക് ജീവനുണ്ടെന്ന് വിചാരിച്ചു നമ്മൾ അവരെ രക്ഷിക്കാൻ ശ്രമിക്കും. എന്താപത്തും അവർ ഏറ്റെടുക്കും. അതാണ് ഒരു പട്ടിയുടെ പ്രത്യേകത. പിന്നെ ഞാൻ ഈ പട്ടികളുടെ ഒരു സ്പെഷ്യൽ കാര്യം കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ പട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു കാര്യം, അവരെ പല കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ 20 പേരിലുള്ള പട്ടികൾ വളരെ ഫാസ്റ്റ് പഠിക്കും, എന്ത് പഠിപ്പിച്ചാലും. 18 നഖമുള്ള പട്ടി കുറച്ച് സ്ലോ ആണ് അതിലും പഠിക്കാനായിട്ട്. പക്ഷേ 17ഉം 16ഉം പേരിലുള്ള പട്ടികൾ വേഗം പഠിക്കത്തേയില്ല, എത്ര പഠിപ്പിച്ചാലും പഠിക്കില്ല. അപ്പോൾ 20 നഖവും 19 നഖമുള്ള പട്ടികൾ വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കും, ഒബീഡിയൻ്റ് ആയിരിക്കും, റെസ്പോൺസിബിൾ ആയിരിക്കും, ആക്റ്റീവായിരിക്കും, സെൻസിറ്റീവായിരിക്കും. അതേപോലെ തന്നെ വളരെ ക്വിക്ക് ആക്ഷൻ എടുക്കുന്നവരായിരിക്കും. അതേപോലെ തന്നെ എന്ത് കാര്യത്തിനും ഡിസിഷൻ മേക്കിംഗ് വളരെ ഫാസ്റ്റായിരിക്കും 20 പേരിലുള്ള പട്ടികൾ. അതേപോലെ 19ഉം അതേപോലെ തന്നെയാണ്. പക്ഷേ 18 കുറച്ച് സ്ലോ ആയിരിക്കും, കുറച്ച് ലേസി ആയിരിക്കും, പിന്നെ സാധാരണ നേച്ചർ ഇതായിരിക്കും. പക്ഷേ 17ഉം 16ഉം ഒരിക്കലും ഒരു നല്ല പട്ടികളായിരിക്കില്ല. അവർ അത്ര വളരെ ഇൻ്റലിജൻ്റ് ഒന്നും അല്ല, ഒന്നും പഠിക്കില്ല, പഠിപ്പിച്ചാലും പഠിക്കില്ല. അവർ വളരെ ലേസി ആയിരിക്കും, അങ്ങോട്ടും ഒരു ഡിസിപ്ലിൻ ഇല്ല, പിന്നെ ഒരു ഒബീഡിയൻസ് ഇല്ലാതെ ഒരു തരത്തിലെ പട്ടികളായിരിക്കും. അവർ കൂടുതലും കളവ് നടത്തും. കണ്ട വീടുകളിൽ, ഇപ്പോൾ നമ്മുടെ വീടല്ലാണ്ട് പല വീടുകളിലും പോകും. ഈവൻ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന അവരുടെ വീട്ടുടമേനെ വരെ അവർ പിടിച്ച് കടിക്കും ആ പട്ടി. ഈ 16ഉം 17ഉം അത്രയ്ക്ക് അവർക്ക് ബോധമില്ലാത്ത അത്രയും പുവർ പട്ടികളാണ് ഈ 16ഉം 17ഉം. അത് വളരെ റെയറായിരിക്കും. എപ്പോഴും ഒന്നും 16ഉം 17ഉം പട്ടി കുഞ്ഞുങ്ങൾ ജനിക്കില്ല, അതൊക്കെ വളരെ റെയർ ജനിക്കുന്ന ടൈപ്പാണ്. പക്ഷേ 18 കോമണാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ജനിക്കുന്ന 18 വിരലുള്ളതാണ്. പിന്നെ 20ഉം 19ഉം അതും വളരെ റെയറാണ്, അത് അധികമൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ 6 കുട്ടികൾ പ്രസവിച്ചാൽ 1-2 ഉണ്ടാവുള്ളൂ, 20 നഖമുള്ള ഒന്നുണ്ടാവുള്ളൂ, 19 ചിലപ്പോൾ ഒന്നുണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ 18 ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ബൈ ചാൻസ് ചില സമയങ്ങളിൽ 16ഉം 17ഉം കാണാൻ പറ്റും. പിന്നൊരു കാര്യം ഈ നായ്ക്കളിൽ കണ്ടുവന്നതെന്ന് വെച്ചാൽ, ഇത് പ്രസവിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും നല്ല കുട്ടി ഏറ്റവും ആദ്യം പ്രസവിക്കുന്ന കുഞ്ഞിനെ ഇത് കഴിക്കും, തിന്നും. പൂച്ചകളും അങ്ങനെ തന്നെ, അത് അതിനെ വിഴുങ്ങും. അപ്പോൾ നമ്മൾ അതിനെ സൂക്ഷിക്കണം. അത് പ്രസവിക്കുമ്പോൾ തന്നെ ആ ഫസ്റ്റ് കൊച്ചിനെ മാറ്റാൻ നോക്കണം, അതിനെടുത്ത് മാറ്റുക, അത് നല്ലതായിരിക്കും. മോസ്റ്റ്ലി 20 നഖമുള്ള പട്ടി ഫസ്റ്റ് പ്രസവിക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അതിനെടുത്ത് മാറ്റാൻ നോക്കുക. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നായ്ക്കൾ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും, ഏതവസ്ഥയിലും ഉണ്ടാവും. നമുക്ക് നല്ല രീതിയിൽ ഇവരെ വിശ്വസിച്ച് നമ്മളിവരെ നല്ലോണം പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യണമെങ്കിൽ CCTV ഈവൻ വീട്ടിലുണ്ടെങ്കിലും ഒരു നായനെ ഒരു പട്ടീനെ നമ്മൾ വളർത്തുക. നല്ല തീറ്റയും ഭക്ഷണവും കൊടുത്ത് നല്ല ഹൈജീനോടുകൂടി, പിന്നെ സമയത്തിന് വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ വാക്സിൻ എടുക്കാൻ മറക്കരുത്, അതെടുക്കുക. അപ്പോൾ അത് നല്ലൊരു രീതിയിൽ പോകും. അപ്പോൾ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ പട്ടികളെ വളർത്തുന്ന വിൽപ്പനയ്ക്ക് ബിസിനസ് പർപ്പസായിട്ട് ചെയ്യുന്നവരും വീട്ടിൽ വളർത്തുന്നവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യം ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പശുക്കളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ സയൻറ്റിഫിക് റീസൺ ഉണ്ട്. പക്ഷേ ആ റീസണൊന്നും എനിക്ക് വീഡിയോ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, വളരെ ലെങ്തി ആയി പോകും വീഡിയോ. അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. ജനറലായിട്ട് നമ്മൾക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ട് ചെയ്യുന്നു. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. പ്രകൃതിയിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. പ്രകൃതി നമുക്ക് തരുന്നതിനൊരു ലിമിറ്റേഷൻ ഇല്ല. പക്ഷെ നമുക്കിതൊന്നും പഠിക്കാനുള്ള ക്ഷമയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കീൻ ഒബ്സർവേഷൻ, ആ എബിലിറ്റി നമുക്കില്ലാത്തതുകൊണ്ടാണ്. എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ താങ്കൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്കളുടെ കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, നന്ദി.